നമസ്കാരം. ഞാൻ ഡോക്ടർ രശ്മി, വെറ്റിനറി ഡോക്ടറാണ്. പശുക്കളിൽ കാണപ്പെടുന്ന അകിടുവീക്കത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അകിടുവീക്കം എന്നത് പശുക്കളിൽ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു അസുഖമാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഭേദമാകുന്നതും എന്നാൽ ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ കന്നുകാലികളുടെ മരണം വരെ സംഭവിക്കാൻ കെൽപ്പുള്ളതുമായിട്ടുള്ള ഒരു അസുഖമാണ് അകിടുവീക്കം എന്ന് പറയുന്നത്. അകിടുവീക്കത്തെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് അതികഠിനമായിട്ടുള്ള ക്ലിനിക്കൽ അകിടുവീക്കം അഥവാ അക്യൂട്ട് മാസ്റ്റൈറ്റിസ് എന്ന് പറയും. രണ്ടാമത്തേതും മിതാവസ്ഥയിലുള്ള അകിടുവീക്കമാണ്. മൂന്നാമത്തേതെന്ന് പറയുന്നത് സബ് ക്ലിനിക്കൽ അകിടുവീക്കം അഥവാ അപ്രകടമായിട്ടുള്ള അകിടുവീക്കം. ഇതാണ് അകിടുവീക്കത്തിൻ്റെ പ്രധാനമായിട്ടുള്ള 3 ക്ലാസിഫിക്കേഷൻ. അതികഠിനമായിട്ടുള്ള ക്ലിനിക്കൽ അകിടുവീക്കം അഥവാ അക്യൂട്ട് മാസ്റ്റൈറ്റിസിലേക്ക് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഇതിന് കാരണമായിട്ടുള്ള രോഗകാരികൾ എന്ന് പറയുന്നത് 100-ലധികം തരത്തിലുള്ള ബാക്ടീരിയകളാണ്. തൊഴുത്തിൻ്റെ വൃത്തിയില്ലായ്മ, പശുക്കളെ നമ്മൾ കുളിപ്പിക്കാതെയൊക്കെ നിർത്തുക, അതുപോലെ തന്നെ അകിടിലും മുലക്കാമ്പിലും കാണപ്പെടുന്ന വ്രണങ്ങൾ എന്നിവ ഈ രോഗകാരിയായിട്ടുള്ള ബാക്ടീരിയകളുടെ കാമ്പിനുള്ളിലേക്കുള്ള പ്രവേശനത്തിന് വഴിയൊരുക്കുന്നു. അക്യൂട്ട് മാസ്റ്റൈറ്റിസിൻ്റെ ലക്ഷണങ്ങളിലേക്ക് നമുക്ക് നോക്കാം. അകിടിലെ വീക്കവും തൊട്ടാലുണ്ടാകുന്ന വേദനയും പാലിലെ നിറവ്യത്യാസവുമാണ് പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ. ഈ ടൈപ്പ് അകിടുവീക്കത്തെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാമെന്ന് നോക്കാം. പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പശുവിൻ്റെ വൃത്തി തന്നെയാണ്. വൃത്തിയുള്ള ചുറ്റുപാട്, അത് തൊഴുത്തായാലും പശുവിനെ ആയാലും നമ്മൾ വൃത്തിയായി തന്നെ നോക്കേണ്ടതാണ്. കറവയ്ക്ക് മുന്നേ ആയി നമ്മൾ അകിട് ശുദ്ധജലം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കേണ്ടതാണ്. അതിനുശേഷം ഒരു ഉണങ്ങിയ ടവൽ ഉപയോഗിച്ചിട്ട് നല്ലപോലെ തുടച്ച് വൃത്തിയാക്കുക. അതിനുശേഷം മാത്രമേ കറവ തുടങ്ങാൻ പാടുള്ളൂ. ഈ കറവ എന്ന് പറയുന്നത് ഏറ്റവും പൂർണ്ണമായിട്ടും അതുപോലെ തന്നെ ഏറ്റവും വേഗതയിലും കംപ്ലീറ്റ് ആക്കേണ്ട ഒരു പ്രോസസ്സാണ്. തൊഴുത്തിലോ ഫാമിലോ മുൻപേ അകിടുവീക്കം വന്ന പശുക്കളുണ്ടെങ്കിൽ അവയെ അവസാനം മാത്രമേ കറക്കാൻ പാടുള്ളൂ. കറവയ്ക്ക് ശേഷം മുലക്കാമ്പ് ഒരു അണുനാശിനിയിൽ 30 സെക്കൻഡെങ്കിലും കുറഞ്ഞത് മുക്കി വെക്കണം. കറവയ്ക്ക് ശേഷം 3/4 മണിക്കൂറോളം പശു കിടക്കാതിരിക്കാനായിട്ട് പുല്ലോ തീറ്റയോ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കറവ വറ്റിച്ചതിന് ശേഷവും ഈ പറയുന്നത് പോലെ തന്നെ മുലക്കാമ്പ് നമ്മളൊരു അണുനാശിനിയിൽ മുക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്രസവത്തിന് 2 ആഴ്ച മുന്നേയും മുലക്കാമ്പ് ഇതുപോലെ അണുനാശിനിയിൽ മുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അകിടുവീക്കത്തിന് ചികിത്സ ഒരു കാരണവശാലും നമ്മൾ നീട്ടിക്കൊണ്ടു പോകരുത്. കുറഞ്ഞത് ഒരു 2-3 മണിക്കൂറിനുള്ളിലെങ്കിലും ചികിത്സ ലഭ്യമാക്കേണ്ടതാണ്. വൈകുന്ന പക്ഷം അത് പശുവിൻ്റെ മരണത്തിന് വരെ കാരണമായേക്കാം. അകിടുവീക്കം ബാധിച്ച പശുവിൻ്റെ പാല് ഒരു വെറ്റിനറി ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ചികിത്സ തുടങ്ങി ചുരുങ്ങിയത് 4 ദിവസമെങ്കിലും ഒഴിവാക്കേണ്ടതാണ്. അകിടുവീക്കം ബാധിച്ച പശുവിന് ആൻറ്റിബയോട്ടിക് ചികിത്സ നൽകുന്നതിനാൽ പാലിൽ ആൻറ്റിബയോട്ടിക്കിൻ്റെ അംശം കാണപ്പെടുന്നു. ഈ പാല് മനുഷ്യന് ദോഷമാണ്. അതുകൊണ്ടാണ് അത് ഒഴിവാക്കണമെന്ന് പറയുന്നത്. ഇനി നമുക്ക് മിതാവസ്ഥയിലുള്ള അകിടുവീക്കത്തെക്കുറിച്ച് സംസാരിക്കാം. മിതാവസ്ഥയിലുള്ള അകിടുവീക്കം എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൃത്തിഹീനമായിട്ടുള്ള തൊഴുത്ത്, ഇതൊക്കെ തന്നെയാണ് ഇതിനും കാരണമാകുന്നത്. അതിതീവ്രമായിട്ടുള്ള അകിടുവീക്കം ശരിയായ രീതിയിൽ ചികിത്സിക്കാതിരിക്കുന്നത് മൂലമാണ് മിതാവസ്ഥയിലുള്ള അകിടുവീക്കം ഉണ്ടാകുന്നത്. അവസ്ഥയിലുള്ള അകിടുവീക്കത്തിൻ്റെ പ്രധാന ലക്ഷണം എന്താണെന്ന് നമുക്ക് നോക്കാം. രോഗം ബാധിച്ച അകിടിൻ്റെ ഭാഗത്തുള്ള പാലുൽപാദന ഗ്രന്ഥികൾ ശോഷിച്ചു പോകുകയോ ആ ഭാഗം പൂർണ്ണമായോ ഭാഗികമായോ കല്ലച്ചു പോകുന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം. ഇങ്ങനെ കല്ലച്ചു പോയിട്ടുള്ള ആ ഒരു പോർഷൻ പിന്നീട് ഒരിക്കലും പൂർവ്വസ്ഥിതിയിലേക്ക് ആവുകയില്ല. അതോടൊപ്പം തന്നെ പാലുൽപാദനം ഗണ്യമായി കുറയുകയും ചെയ്യുന്നു. ഒരു ഫാമിലെ ഒരു പശുവിന് മിതാവസ്ഥയിലുള്ള അകിടുവീക്കം ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ പശുവിനെ നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ബാക്കി ആരോഗ്യമുള്ള പശുക്കൾക്കും ഈ അസുഖം പിടിപെടുന്നതാണ്. പതിവായി കറവ പശുക്കളുടെ പാല് നമ്മളത് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അത് അകിടുവീക്കം ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അങ്ങനെ അകിടുവീക്കം നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും വേണം. ഇത്തരത്തിലുള്ള മിതാവസ്ഥയിലുള്ള അകിടുവീക്കമുള്ള പശുക്കളെ നമുക്ക് ആൻറ്റിബയോട്ടിക് വഴി പൂർണ്ണമായിട്ടും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുകയില്ല. അതിനാൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള മിതാവസ്ഥയിലുള്ള അകിടുവീക്കമുള്ള പശുക്കളെ ഒഴിവാക്കുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് സബ് ക്ലിനിക്കൽ അഥവാ അപ്രകടമായുള്ള അകിടുവീക്കത്തെക്കുറിച്ച് നോക്കാം. അകിടുവീക്കം കാരണമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടത്തിൽ 70% നമുക്ക് നഷ്ടമുണ്ടാകുന്നതും ഇത്തരത്തിലുള്ള സബ് ക്ലിനിക്കൽ അഥവാ അപ്രകടമായിട്ടുള്ള അകിടുവീക്കം കൊണ്ടാണ്. സബ് ക്ലിനിക്കലായിട്ടുണ്ടാകുന്ന അകിടുവീക്കത്തിൽ പുറമെ യാതൊരുവിധ ലക്ഷണവും കാണില്ല. അതുമാത്രമല്ല
പാലിനോ അകിടിനോ പുറമെ യാതൊരുവിധ മാറ്റവും നമുക്ക് ശ്രദ്ധിക്കാനും കഴിയില്ല. CMT അഥവാ കാലിഫോർണിയ മാസ്റ്റൈറ്റിസ് ടെസ്റ്റ്. CMT എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അകിട് വീക്കം കണ്ടെത്താനായിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റിൻ്റെ പേരാണ്. ഈ ടെസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പാലെടുക്കുക, തുല്യ അളവിൽ തന്നെ പരിശോധന ലായനി മിക്സ് ചെയ്യുക അതിലേക്ക്. അതിനുശേഷം 20 സെക്കൻഡിനുള്ളിൽ നമുക്ക് റീഡിങ് എടുക്കാവുന്നതാണ്. സബ് ക്ലിനിക്കൽ അകിട് വീക്കം ഇത്തരത്തിൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. പുതുതായി നമ്മൾ ഫാമിലേക്കോ തൊഴുത്തിലോട്ടോ ഒരു പശുവിനെ കൊണ്ടുവരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള പരിശോധന ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള പശുക്കളുടെ കൂടെ കെട്ടാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇത്തരത്തിൽ അകിട് വീക്കം ശ്രദ്ധിക്കപ്പെട്ടാൽ തന്നെ നമ്മൾ ബാക്കിയുള്ള ആരോഗ്യമുള്ള പശുക്കളുടെ കറവയ്ക്ക് ശേഷം മാത്രം, ഏറ്റവും ഒടുവിൽ മാത്രമേ ഇത്തരത്തിലുള്ള പശുക്കളെ കറക്കുവാനും പാടുള്ളൂ. കറക്കുമ്പോൾ മുലക്കാമ്പിൽ വെളിച്ചെണ്ണ പോലുള്ള ലൂബ്രിക്കൻസ് ഉപയോഗിക്കുന്നത് നല്ലതല്ല. ഇനി അഥവാ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ അതാത് ദിവസം ഈ പറയുന്ന ലൂബ്രിക്കൻസ്, വെളിച്ചെണ്ണ പോലുള്ള ലൂബ്രിക്കൻസ് ചൂടാക്കി അണുവിമുക്തമാക്കിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. സബ് ക്ലിനിക്കലായുള്ള അകിട് വീക്കം അഥവാ മിതാവസ്ഥയിലുള്ള അകിട് വീക്കം നമുക്ക് എത്രയും പെട്ടെന്ന് അത് കണ്ടെത്തി ചികിത്സിക്കുകയാണെങ്കിൽ നമുക്ക് ഫലപ്രദമായി തന്നെ അതിനെ സുഖപ്പെടുത്താവുന്നതാണ്. കറക്റ്റ് സമയത്ത് നമ്മൾ ചികിത്സ ചെയ്തില്ല എങ്കിൽ അത് അതികഠിനമായിട്ടുള്ള അകിട് വീക്കത്തിലേക്ക് പോകുകയും ചെയ്യും. കർഷകരെ സംബന്ധിച്ചിടത്തോളം അകിട് വീക്കം എന്നത് വളരെയധികം സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. കൃത്യമായ സമയത്ത് ലക്ഷണങ്ങൾ മനസ്സിലാക്കി ചികിത്സ ലഭ്യമാക്കുകയാണെങ്കിൽ പൂർണ്ണമായും ഭേദമാക്കാൻ പറ്റുന്ന ഒരു അസുഖം തന്നെയാണ് അകിട് വീക്കം എന്നത്. ഈ പറഞ്ഞ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.